പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. കുഞ്ഞോളെ കുഞ്ഞോളെ എടി കുഞ്ഞോളെ, കഞ്ഞുവെള്ളം ആയെങ്കിൽ ഒരു ഗ്ലാസ് കഞ്ഞുവെള്ളം എടുത്ത് സന്തോഷമുള്ള വാർത്ത ഉണ്ട്. എടി കുഞ്ഞോളെ, കർഷകശ്രീ എത്തിയല്ലോ. രാവിലെ ഇത് എവിടെ പോയിക്കായിരുന്നു? നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഇത്തവണത്തെ കർഷകശ്രീ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ മേടിച്ചിരിക്കും. അതിനാണല്ലോ ഞാൻ ഈ കൃഷിയൊക്കെ ചെയ്യണത്. കിട്ടും കിട്ടും. എന്റെ പൊന്നു ചേച്ചി, ആകപ്പാടെ 2 മൂട് ചീരയും 2 മൂട് വഴുതളങ്ങയുണ്ട്. ഈ വർഷത്തെ കർഷകശ്രീ എന്റെ ഭർത്താവിന് തന്നെ അപ്പൊ പിന്നെ അവിടെ നിൽക്കുന്ന ഏത്തവാഴ അത് നിങ്ങളെ പോലെ തന്നെ. എന്ത് കായ്ഫലം ഇല്ലല്ലോ. ചീരക്ക് വെള്ളം ഒഴിച്ചാ? ഇല്ല. വഴുതനക്ക് വെള്ളം ഒഴിച്ചാ? ഇല്ല. പടവലത്തിന് വെള്ളം ഒഴിച്ചാ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഇതിനൊക്കെ വെള്ളം ഒഴിച്ചാൽ നിങ്ങൾ ചോദിക്കണുണ്ടല്ലോ. ഞാൻ ഒരു നേരം വെള്ളം കുടിച്ചാന്ന് നിങ്ങൾ ചോദിച്ചാ മനുഷ്യ? അയ്യേ, നിനക്ക് കൈയും കാലും എടുത്ത് കുടിക്കാൻ പാടില്ലേ? അതുപോലെ ഒരു വെണ്ട നിന്റെ അവിടെ വന്നിട്ട് ചേച്ചി ഇച്ചിരി വെള്ളം താന്ന് ചോദിക്കാം, നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ചേമ്പിന് വെള്ളം ഒഴിച്ചാ? അത് ഞാൻ തന്നെ ചെയ്യണോ? ഇതല്ല നിന്റെ അച്ഛൻ വന്ന് ഒഴിക്കുക. ഞാൻ ഒഴിക്കാടാ. ഞാൻ കുളിപ്പിച്ച് കൂടെ തരാം. ഇതെപ്പോ പ്രത്യക്ഷപ്പെട്ട്? ഞാൻ രാവിലെ എത്തി. ഓ മോളെ, ഓ അച്ഛന് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചാ? നന്നായിട്ട് തിളച്ചാ? ഓ, നന്നായിട്ട് തിളച്ചു. വെട്ടി തിളച്ച്. എന്നാ വെള്ളം തണുക്കട്ടെ, എന്നിട്ട് ഒന്ന് കുടിക്കാൻ. ആ തിളച്ച വെള്ളത്തിൽ ഇച്ചിരി മസാല ഇടും, അത് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം. എന്റെ അച്ഛൻ വല്ലതും പറഞ്ഞോണ്ടല്ലോ. എടി, നിന്റെ അച്ഛന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയാൻ പോണത്. ഞാൻ രാവിലെ കൃഷിഭവനിൽ പോയാണ്. ഒരുപാട് വിത്തിനങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറെ സ്പെഷ്യൽ സാധനമുണ്ട്, സിംഗപ്പൂർ മാംഗോ. പക്ഷെ പെട്ടെന്നൊന്നും കിട്ടുകയില്ല. 10,000 രൂപ ഓൺലൈനിൽ ഞാൻ ബില്ലടച്ചിട്ടുണ്ട്. 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ വിടുന്ന സിംഗപ്പൂർ മാംഗോ നടക്കും. ഒരുപാട് കാത്തിരിക്കണോ അല്ലേ? ആ പിന്നെ വിത്തൊക്കെ അങ്ങ് ചീഞ്ഞു പോകൂലേ? 1.5 മാസം നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു പാസ്പോർട്ട് എടുത്തിട്ടേ സിംഗപ്പൂർ വരെ പോയിട്ട് ആ വിത്തൊക്കെ ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്നാലോ? ഇപ്പോഴാണ് നീ ഒരു കർഷകന്റെ ഭാര്യയായത്. പക്ഷേ 1 ലക്ഷം രൂപ ചെലവുള്ള കേസാണ്. എന്നാലും പോകാല്ലേ? സിംഗപ്പൂർ മാങ്ങല്ലേ, സിംഗപ്പൂർ തേങ്ങ. രാവിലെ എന്റെ വാ ചൊറിഞ്ഞു വരെയാണ്. ഒരു കാര്യം ചെയ്യ്, നീ ആ മോട്ടർ ഒന്ന് ഓൺ ചെയ്യ്, ഞാൻ ഇതൊക്കെ ഒന്ന് നനക്കട്ടെ. എന്തോന്ന് എടുത്തിട്ട് നനക്കാൻ? ശിവന്റെ പശു വന്ന് എല്ലാം എടുത്തോട്ട് പോകും. അയ്യോ, എന്റെ കർഷക ശ്രീ ശിവന്റെ പശു തിന്നാ കാല് ഞാൻ തല്ലി പിടിക്കും. തല്ലി ഒടിച്ചോ? നിങ്ങൾ പശുവിന്റെ 4 കാലും തല്ലി ഒടിച്ചോ? പശുവിന്റെ അല്ല, നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടല്ല പശു ഇവിടെ കയറി മേഞ്ഞത്. അവന്റെ പശുവിനെ ഞാനുണ്ടല്ലോ ശരിയാക്കി തരാം ഞാൻ. എന്തെല്ലാം വിത്തുകളാണ് ഞാൻ കൊണ്ട്. കൊറേ ദിവസം കൊണ്ട് ഇപ്പൊ താമസിച്ചാ പാല് കൊണ്ട് വരണത്. ഇത് കവർ പാലല്ല, കറന്നെടുക്കുന്ന പാൽ. അതിന് ഇച്ചിരി താമസമൊക്കെ വരും. അയ്യോ, ഭയങ്കര താമസം വരും കറന്നെടുക്കാനായിട്ട്. ആ കർഷകശ്രീ ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ ഇവിടെ രാവിലെ ചന്ത വെച്ച് കണ്ടല്ലോ പച്ചക്കറി ആയിട്ട് വീട്ടിലോട്ട് കയറി വരുന്ന. പിന്നെ പച്ചക്കറിയായിട്ട് ഇങ്ങോട്ടല്ല നിന്റെ വീട്ടിലോട്ട് കയറി വരാൻ പറ്റും. വേറെ പല വീട്ടിലും അസമയത്ത് എന്ന് കയറി അടികൊണ്ടൊക്കെ എനിക്കറിയാം. എടാ, നിന്റെ പശു എന്ത് വൃത്തിയോടാണ് എന്റെ വീട്ടിൽ കയറി കാണിച്ചെന്നറിയാവോ? എന്റെ പശു ചേച്ചിയെ കയറി പിടിച്ചോ? ചേച്ചിയെ കയറി പിടിച്ചെങ്കിൽ പൊട്ടെന്ന് നോക്കാം. ഇതാണ് എടാ, ഞാൻ കർഷകശ്രീക്ക് വേണ്ടി നട്ട വിത്ത് മുഴുവൻ നിന്റെ പശു തിന്നു കളഞ്ഞ. ആ കന്നുകാലിനെ എന്റെ കൈ കിട്ടാണ്ടല്ല, കാലേ വരി നിലത്തടിക്കും ഞാൻ. എന്ത് വർത്താനമാണോ താൻ പറയുന്നത്? കന്നുകാലിന്ന് എന്റെ MR ഗ്രീഷ്മ വിളിക്കുന്നു കന്നുകാലിന്ന്. എന്റെ പശു MR ഗ്രീഷ്മ എന്നാണ് എന്റെ പശുവിന്റെ പേര്. MR എന്ന് പറഞ്ഞാൽ ഇൻഷലാണ്. M മോഹൻ R രാധാമണി. അച്ഛൻ്റെ അമ്മയുടെ പേരാണ്. അത് നിന്റെ അച്ഛന്റെ അമ്മയല്ലേ? ആ എന്റെ സഹോദരിയാണല്ലോ ഗ്രീഷ്മ. അപ്പൊ എന്റെ അച്ഛൻ്റെ അമ്മയുടെ പേരാണ്. നിന്റെ സഹോദരിയാണെങ്കിലും അമ്മായി ആണെങ്കിലും ഇനി എന്റെ കോമ്പൗണ്ടിനകത്ത് കയറിയാ കൊന്നോളാം ഞാൻ. അപ്പൊ പിന്നെ എന്റെ പശുവിനെ എന്ത് ചെയ്യണം നീ പറഞ്ഞു വരുന്നല്ലേ? എന്റെ പശുവിനെ നീ കൂടെ വിൽക്കാൻ കൊടുക്കണ. 2 കിലോ ഇറച്ചി ഞങ്ങളും മേടിക്കാം. ഒരു പശു ശിവാ, കരയല്ലേ ശിവാ? എന്നെ എന്ത് വേണേ പറഞ്ഞോട്ടെ, ഞാൻ സഹിക്കും. എന്റെ ഗ്രീഷ്മയെ കൊണ്ട് അറക്കാൻ കൊടുക്കാനൊന്നും എന്നെ അറക്കാൻ കൊടുത്താൽ ഞാൻ സഹിക്കും. എന്റെ ഗ്രീഷ്മ ആണ് 2 കിലോ ഇറച്ചി മേടിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും നന്ദിയുണ്ട് ഈ വർത്താനം പറയൂ. എന്റെ ഗ്രീഷ്മ നടന്നു പോകുമ്പോൾ ഇടുന്ന ചാണകമാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് ഈ വാഴയുടെ ചീരയുടെ ഒക്കെ ചവിട്ടി വിടുന്നത്. ഞാൻ 1 രൂപ ഇന്നവരെ ചാണകത്തിന്റെ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചാണകത്തിന്റെ കണക്ക് പറയാൻ വന്നേക്കാണോ നീ? തരാനുണ്ടാവല്ലോ. പിന്നെ എന്റെ പാലിന്റെ കാശ് വരാനുള്ള ഏത് പാലിന്റെ കാശ്? എന്റെ 2 പാലിന്റെ കാശ് വരാനുണ്ടല്ലോ. നിന്റെ ഇടപാട് ഞാൻ തീർത്തു തരണം. ഇപ്പൊ നിന്റെ ഇടപാട് തീർത്തു തരാം. നീ ഇവിടെ നിൽക്കണം. നിന്റെ ഇടപാട് ഞാൻ പറഞ്ഞതേ, നിന്റെ ഇടപാട് ഞാൻ തീർത്തു തരാടാ. ഇപ്പൊ തീർത്തു തരാം കേട്ടോ. ആവശ്യമുള്ളത് ഞാൻ ശരിയാക്കി തരാടാ. ശിവ, അങ്ങേര് വല്ലതും പറഞ്ഞത് കേട്ടൊന്നും മനുഷ്യന്റെ കാര്യം. ശിവനെന്തേടി? ശിവനെന്ത് ചെയ്യുന്നു? കൈലാസത്തില്. അതല്ല, പാൽക്കാരൻ ശിവനെന്ത് ചെയ്യുന്നു? അയ്യോ, അത് ഓടിപ്പോയത് കണ്ടില്ലേ? അപ്പൊ പാലിന്റെ ഇടപാട് തീർക്കാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ കാശ് എടുക്കാൻ പോയതല്ലേ? കൊടുവാൾ എടുക്കും പോലല്ലേ ഇടപാട് തീർക്കാൻ പോയത്. എന്തായാലും ഒരു കാര്യം ചെയ്യും, നല്ല വിശപ്പുണ്ട് എനിക്ക്. എന്തായാലും കഴിക്കാൻ എടുത്ത് വെക്ക്. പുട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, വരണ. ഇന്നും പുട്ടാ? അല്ല, ഈ പറഞ്ഞ കേട്ടതൊന്നും നാളെ പുട്ടല്ലെന്ന്. നാളെ പുട്ടാണോ? നാളെയും പുട്ടാണ്. ഈ പുട്ട് കണ്ടുപിടിച്ചവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും വലിയ പുട്ടുകുറ്റി മേടിച്ചു കൊടുത്ത എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എടാ, ഇനിയിപ്പോ എന്റെ കർഷകശ്രീക്ക് ഞാൻ എന്ത് ചെയ്യും? ഇവന്റെ പശുവിനെ കൊല്ലാതെ ഒരു രക്ഷയില്ല. പെരിച്ചാഴിക്ക് വെച്ചേക്കണ ഗുളികയുണ്ട്, അത് ഈ പഴത്തിലെടുത്ത് കയറ്റി നിന്റെ ഇടപാട് ഞാൻ തീർത്തു തരാടാ.
ഇതിരിക്കട്ടെ, ഇത് തിന്ന് ചത്തോളും. 16 കേന്ദ്രം ഞാൻ നടത്തൂടാ നിന്റെ പശുവിന്റെ. കാണിച്ചു തരാം ഞാൻ. ഇന്നില്ലേലും മരുമോനൊക്കെ എന്ത് സ്നേഹമാന്ന് നോക്കി. ടേബിളിന്റെ മേടി പഴമൊക്കെ മേടിച്ച് വെച്ചിട്ട് ടെസ്റ്റ് വ്യത്യാസമാണ്. നല്ലവണ്ണം സമാധാനം. അച്ഛാ, അച്ഛൻ എവിടെ പഴം എടുത്ത് കഴിക്കണം രാവിലെ? അയ്യേ എടാ, ഈ വീട്ടിൽ വന്നൊരു പഴം തിന്നാനുള്ള ഭാഷ എടുക്കില്ലേ? നീ എന്റെ വീട്ടിൽ നിന്ന് വേറെ നിറച്ച് കയറ്റുന്നാണല്ലോ. അല്ല, തിന്നണം കൊണ്ടല്ല. പിന്നെ? അച്ഛന് പഴം വേണമെങ്കിൽ ചോദിച്ചാ പറയും. ഞാൻ 1 കിലോ 1 കൊല പഴം വേണേ മേടിച്ചൊന്നല്ല. ഈ പഴം എന്തിനാ എടുത്ത് കഴിച്ചത്? പിന്നെ നീ ടേബിളിൽ മേടിച്ചു വെച്ചെന്തിനാ തിന്നാൻ? അച്ഛന് പഴം കഴിച്ചിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? പഴം കഴിച്ചിട്ട് ഒരു പഴം കൂടെ കഴിക്കാൻ തോന്നുന്നു. അതല്ല, അച്ഛന് വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോന്ന്? പോനെ, എന്റെ അമ്മായിമ്മ മരിച്ചിട്ട് 18 വർഷമായില്ലേ? ഉവ്വ. അച്ഛൻ ഇനി ഒരു പെണ്ണും കൂടെ കെട്ടിയാൽ കൊള്ളാന്ന് തോന്നുന്നുണ്ട്. അതല്ല അച്ഛാ, അച്ഛൻ എന്നെ സ്വന്തം മോനെ പോലെ കാണണം. അതാണല്ല. അതല്ല, അച്ഛന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് അച്ഛന് തോന്നണുണ്ടെങ്കിൽ. ഞാനത് നിന്നോട് എങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അല്ല, പറഞ്ഞാൽ മതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അച്ഛനെ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതല്ലേ ചോദിച്ചത്. അച്ഛന് വല്ല തലവേദന, വയറുവേദന? പ്രായത്തിലാന്ന് പറഞ്ഞ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല കേട്ടോ. നീ നിന്റെ കാര്യം നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. ഒരു നീ കയറി നല്ല പഴം ഒരു കുഴപ്പമില്ല. നോക്കട്ടെ ഞാൻ പോയിട്ട്. പ്രായം ആരാ? ആരാ? ഞാനാ ആരാ? ഞാനടാ ഇവനാണോ? ഞാനാ. പിന്നെ ആ, എന്നാടാ ചോ? മറ്റേ കർഷകശ്രീ എന്ത് വിളിക്കണം. മോനെ. വിളിക്കണം. ഞാൻ രാവിലെ ചെറിയൊരു ഉടക്ക് പാലിന്റെ പൈസ വെച്ചപ്പോഴേ അപ്പൊ എന്നെ അകത്ത് വടിവാളം കണ്ട് എടുക്കാൻ വെട്ടാൻ പോയി. നീ ഓടുന്ന ഞാൻ കണ്ടായിരുന്നു. നീ ഓടുന്നുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞൊന്ന് കോംപ്രമൈസ് ആക്കി തരുമോ? എടാ, ഞാനൊരു വാക്ക് പറഞ്ഞ എന്റെ മുമ്പിൽ കിടന്ന് വിറയ്ക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? മരുമോന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുന്ന. അതൊന്ന് കോംപ്രമൈസ് ആക്കി തരുവാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞ അപ്പൊ അങ്ങനെയാണ് ഞാൻ രാവിലെ പുല്ലി എത്താനായിട്ട് ഇറങ്ങിയതാ. ഒരു വക കഴിച്ചില്ല, വയറ് കാഞ്ഞിരിക്കാം. ഞാൻ വീട്ടിൽ പോകുന്നതിന് കഴിച്ചിട്ട് വരാം. അത് പറ്റില്ല. ഈ മുറ്റത്ത് വന്ന ഒരാൾ വിശക്കെന്ന് പറയാൻ പറ്റില്ല. അതാ പറഞ്ഞാൽ കഴിച്ചിട്ട് തിരിച്ച് വരാന്ന് ഞാൻ. എനിക്ക് ചോദിക്കാൻ പണം തരാം. അത് വേണ്ട. കഴിക്കണം. അല്ല എന്താ പുള്ളി കണ്ടേച്ച് വന്നാ പിന്നെ ഞാൻ പുള്ളിയുടെ പണി നിന്നാ അത് ശരിയാവില്ല. എന്നോടാ എടാ, കിടിലും പടം നീ കഴിച്ചു നോക്ക്. നല്ല പടമാണ്. കുഴപ്പമില്ലല്ലേ? സൂപ്പർ പടം. അല്ല പുള്ളി വരാൻ പറഞ്ഞാ ഒന്നും പറയില്ല. ഞാനല്ല. ഞാൻ നല്ല മധുരമല്ലേ? കഴിച്ചു നോക്കി. അതാണ് സൂപ്പർ പടത്തിന് മധുരം. നല്ല മേടിച്ചാ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ. ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ കർഷകനല്ലേ? നല്ല പടം. ഇതാരാ നിനക്ക് ഈ പഴം തന്ന? അച്ഛനെതിന് അവന് പഴം കൊടുത്ത്? ഇതെന്താ വീട്ടിൽ പറഞ്ഞ പണം കൊടുത്ത് ഇത്ര തെറ്റാണോ? അച്ഛ, അവന് പഴം വേണമെങ്കിൽ ഞാൻ കൊടുക്കല്ലേ? നിന്റെ അടുത്ത് വേണം ഇതിനു വേണ്ടി പണം ഇരിക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ തുപ്പാൻ. ഹലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലേ? പെട്ടെന്നൊരു ആംബുലൻസ് പറഞ്ഞോട്. ചെമ്പരത്തി ചന്ദ്രബാബു എന്റെ പേരാണ്. എന്റെ വീട്ടിലാണ്. പെട്ടെന്നൊരു ആംബുലൻസ് പറഞ്ഞോട്. ഓക്കെ. ഒരു വീടല്ലേ, ഒരു ആംബുലൻസ് കിടക്കുന്നത് നല്ലതാ. കാറാകുമ്പോ മറ്റേ കറങ്ങണ ലൈറ്റ് ഉണ്ടാവില്ല അച്ഛാ. പിന്നെ ഇതിപ്പോ ഞാൻ സംഭവം മനസ്സിലായ? ചേച്ചിക്ക് അടുക്കള വെച്ച് എന്തോ അത്യാവശ്യം സംഭവിച്ചു. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുമ്പോ ആംബുലൻസ് അവക്കൊരു കുഴപ്പമില്ല. പിന്നെ അച്ഛാ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ അച്ഛായി. എന്താ അച്ഛായ അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. മിടുക്കനല്ല, അവന് 2 അറ്റാക്ക് കഴിഞ്ഞവനാണ്. ഈ പ്രായത്തിലാ? പിന്നെ ഇങ്ങോട്ട് നോക്കിയേ. രാവിലെ ഒരു നെഞ്ചുവേന പോലെ ഉണ്ടായി. ജയം കാണിക്കണല്ലേ, നെഞ്ചുവേന വന്നിട്ട് തടകിറക്കണതാണ്. അപ്പൊ വയറുവേന. അവൻ അഭിമാനിയാണ്, ആശുപത്രി വരാൻ സമ്മതിക്കൂല. നമ്മുടെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ ഈ മുറ്റത്ത് ഞാൻ സമ്മതിക്കത്തില്ല. ആണല്ലേ? അതിനാണ് ആംബുലൻസ് വിളിച്ചേക്കണം. അപ്പൊ എന്തേലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. അച്ഛക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്നടാ കുഴപ്പം? അല്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അല്ല, ഞങ്ങള് പഴനിയില് അപ്പൊ നമ്മൾ നേരെ ഗുരുവായൂർ പോണു, ചോറ്റന്റിക്കര കയറുന്നു, കൊടുങ്ങല്ലൂർ പോണു, നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നു. അതെ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞു. ശ്രദ്ധിച്ചോണേ. അപ്പൊ ശിവ, കുഴപ്പമൊന്നും ഇല്ലല്ലേ? എന്നെ ഇടിക്കാൻ പ്ലാൻ ചെയ്യല്ലേ? എന്നെ ഇടിക്കാനല്ലടാ. നിങ്ങടെ ഞാൻ അച്ഛനൊന്നും നോക്കിക്കേ. 2 അറ്റാക്ക് കഴിഞ്ഞാളാ. പിന്നെ മൂത്തളിയൻ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയേക്കേ ചത്തായ എന്റെ അവിടെ ആകുമല്ല. അമ്മായച്ചനെ നോക്കിയില്ലെന്നുള്ള പേരും ആവും.
അതാണ് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടേക്കണത്. എപ്പോ വേണേലും എന്തും സംഭവിക്കാം. എന്തേലും ഒരു ഭാവവ്യത്യാസം തോന്നിയാ അപ്പൊ നമ്മൾ ആശുപത്രി കൊണ്ടുപോകണം. അങ്ങേര് ഗ്യാസ് ആണെന്നും പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഒരു ഏമ്പക്കം വിടാൻ പറ്റുന്നില്ല. തേമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കാൻ ഞാനിപ്പോ ഇല്ലായിരുന്നു. ഇത് വന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്ത് പണിയാണ്. അച്ഛക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ നോക്കിക്കോളാം. നോക്കിക്കോളൂല്ലേ? എന്നാ പിന്നെ നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം തലവിട്ടില്ല വയറുവേദന ഒന്നുമില്ലല്ലോ? നിന്റെ കണ്ണെന്താ കലയും കിടക്കണം? അതെ, കാള കുത്തിയാ. കാളെ എങ്ങനെ നിന്റെ വീട് കാളയില്ല? അല്ല, ഈ പശുവാന്നും പറഞ്ഞ് കാളെ കറക്കാൻ ചെന്ന കാള വെച്ച് കുത്തി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കേട്ടോ ഞാനുണ്ട്. ആ പഴം ഞാൻ ഇവിടെ വെച്ച് ഓക്കേ. പതുക്കെ മതി. ഇരുന്ന അച്ചായിരുന്നു. അച്ചായി ഇരുന്നോ? എന്താ നടക്കണ? കസേര നീ ഇരിക്കടാ. അച്ചായി ഇരുന്നേ. എനിക്കിപ്പോ ഇരിക്കാല്ലോ, കുഴപ്പമില്ല. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ കിടക്കാനുള്ളതല്ലേ. കീർത്തനം കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. ദൈവത്തിന്റെ ആരും ഒന്നും പറയാൻ പറ്റില്ല. ആരെ എപ്പോ കൊണ്ടുപോകുന്നുള്ള ഒരു പിടുത്തമില്ലാതെ എല്ലാം ദൈവത്തിന്റെ. വാ, ഇവിടെ ഇരിക്കല്ലേ, ഇരിക്കാമെന്നായിരിക്കും. ഇല്ല, മക്കളിരുന്നോ? ഇരിക്കാം, കുഴപ്പമില്ല. ഇപ്പൊ എത്ര വയസ്സാടാ? 34 വയസ്സായല്ല. ചെറിയ പയ്യൻ. ആ, വലിയ ആള്. എടാ, ഈ പ്രായത്തിലൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അയ്യോ, പ്രായത്തിൽ ഒരു കാര്യമൊന്നുമില്ല. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല. നിന്റെ ഈ പ്രായം പറഞ്ഞപ്പോഴേ എന്റെ ആലപ്പുഴയിൽ ഒരു പയ്യനുണ്ടായി ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. 34 വയസ്സുള്ളൂ. ആണോ? പക്ഷെ നിന്നെ പോലെ ഒന്നുമല്ല. അല്ല, കാളെ പോലെ അല്ല, കിടുക്കനൊരു പയ്യൻ. മിടുക്കൻ പയ്യനായിരുന്നു. ആണ്. ഇപ്പൊ എന്നെ പുള്ളിയെ കാണണോ? ഇപ്പൊ അവസാനമായിട്ട് കാണുമല്ലോ ചെയ്യണം. അല്ലെ, കാണണമെന്നല്ല, ഞാൻ കാര്യം പറയാം. നിന്റെ ഈ പ്രായം ടെൻഷൻ. അപ്പം ഈ പയ്യന് പണി എന്നറിയടാ. പാറമടയില് ലോഡിങ്ങിനൊക്കെ പോയി ഭയങ്കര ആരോഗ്യവാനാണ്. ഇവനൊരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് നേരെ വിയർത്ത് കുളിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഇവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ട് അവൻ സിറ്റോട്ടിലോട്ട് വരുവല്ല. എന്റെ അമ്മ, എനിക്ക് നീ എടാ, നമ്മളോടെ പറഞ്ഞു നിർത്തിയത് എനിക്ക് ഇത് വേറെ കാര്യം. ആലപ്പുഴയിലെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. ഞാൻ നോക്കാം. എടാ, ആലപ്പുഴ സുമേഷിന്റെ കാര്യം പറഞ്ഞു. കുഴപ്പമില്ല ഇപ്പൊ? ഇല്ലെന്ന്. അച്ഛക്ക് കുഴപ്പമൊന്നുമില്ല. ഇവനെ വെട്ടിയിട്ട വാഴ പോലെ ദേ കിടക്കുന്നു. അല്ല, ഒന്നുമില്ല. ഇത് അതിനകത്തൊന്നും കാര്യമില്ല. നീ മനുഷ്യന്റെ കാര്യം ഇപ്പൊ വെട്ടിയിട്ട് വാഴ നിന്ന് ഇപ്പൊ ചിലപ്പോ സംഭവിക്കും. അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അതാണ് പറഞ്ഞത്. ഇപ്പൊ എത്ര വയസ്സായി അച്ചായിക്ക്? ഇപ്പൊ എത്ര വയസ്സൊക്കെ എന്റെ മോന്റെ കൃഷി ചായി കാക്ക എന്ന് എറിഞ്ഞ് ഓടിക്കലേ. അതൊക്കെ ആവശ്യമുള്ള 16 ദിവസം കഴിയുമ്പോ പിണക്കുണ്ടാക്കി വെച്ചിട്ട് വരത്തില്ല. ഇല്ല, അച്ഛ കാക്കയൊന്നും ഓടിച്ചു വിടുന്നില്ല. മക്കളവിടെ ഇരിക്കും. പിന്നെ എത്ര വയസ്സായി ഇപ്പൊ? എനിക്ക് ഈ മേഡം വരുമ്പോ 55 തികയും. ഇക്കണക്കിന് പോയാൽ മേഡം വരെ പോകത്തില്ല. ഇല്ലില്ല, മേഡം വരെ പോകാനുള്ള സാധ്യത ഇല്ല. ചെറുക്കനല്ല, ഫോട്ടോ വല്ല ഇരിപ്പുണ്ടോ കൈ? വീട്ടിലിരിപ്പുണ്ട്. ആലപ്പുഴയിലാ? ഇപ്പൊ പെട്ടെന്ന് വരുമ്പോ ഈ ആലപ്പുഴ പോയി ഫോട്ടോ എടുത്തോണ്ട് വന്ന് അടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ താമസം. ഒരു കാര്യം ചെയ്യാം, സാധനം ഉണ്ട് നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ചെറിയ ഫോട്ടോ അല്ല, എല്ലാം ഉണ്ടല്ലോ, മെമ്മറി കാർഡ് ഉള്ള സാധനങ്ങളല്ലേ. ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ചിരിച്ചോണ്ടിരി. നമുക്ക് പിന്നെ കാണാക്കല്ല വേണ്ട. ഓക്കെ, കൊള്ളാം. ഓക്കെ, കൊള്ളാം ഫോട്ടോ. പിന്നെ ഈ പെട്ടെന്ന് വിളിച്ചാ എത്തിപ്പെടാൻ പറ്റാത്ത ആരെങ്കിലും ദൂര സ്ഥലത്തോ അങ്ങനെ? എന്താ, എനിക്ക് ദുബായിൽ ഒരു പെങ്ങളുടെ മോൻ താമസിക്കുന്നു. ദുബായിലുണ്ടോ? എന്താ, അവനെ കാണണം നിനക്ക് ഇപ്പൊ? അല്ലല്ല, ഇനിയിപ്പോ കാണാനല്ലോ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ആഗ്രഹങ്ങൾ എന്താ പറഞ്ഞാൽ മതി. അച്ഛൻ കുഴപ്പമില്ല, ഒരു പ്രശ്നം. എന്റെ മോനെ പോലെ ഇവിടെ ഇരി. വേണ്ട, മോനിരി. ഇവിടെ ഇരുന്നു മക്കളി തീടാ. കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാം. ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്താ അച്ഛക്കും കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്നാണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. തലവിട്ടില്ല, വയറുവേദന ഒന്നുമില്ലല്ലോ? അതെ, ഒറ്റ വന്നേ. ഞാൻ ഒരു കാര്യം പറഞ്ഞ അച്ഛൻ പേടിക്കരുത്. അതായത് ഞാൻ ഒരു അകത്ത് വെച്ച പഴത്തിലേ വിഷം വെച്ചിട്ടുണ്ടായിരുന്നു കൊല്ലാനായിട്ട്. ആ പഴമാണ് അച്ഛൻ കഴിച്ചതെന്നുള്ളൊരു സംശയം. എന്റെ പൊന്നെ, എന്റെ മരുമകൻ എനിക്ക് വിഷം തന്നെ. അല്ല, അങ്ങനെയല്ല. ഇനി ചത്ത് കഴിഞ്ഞ നിന്റെ അടിച്ചത് ഞാൻ കയറുന്നില്ല. അല്ല അച്ഛാ, ഞാനത് എനിക്ക് താണോണ്ടോ? താൻ ദ്രോഹിയാണോ? എന്താണ്? സ്വന്തം ഭാര്യടത്തിനല്ലോ. ഭാര്യടത്തിന് പഴത്തിനകത്ത് വിഷം വെച്ച് കൊടുക്കാൻ തനിക്ക് നാണുണ്ടോ? എടാ, സത്യത്തിൽ അച്ഛന് കൊടുക്കാൻ വെച്ചതല്ല. പിന്നെ നിന്റെ പശു വന്ന് ആ പച്ചക്കറിയൊക്കെ തിന്നില്ലേ, ആ പശുവിനെ കൊല്ലാൻ വേണ്ടി ഞാൻ പഴത്തിൽ വിഷം വെച്ചതാണ്. എടാ മഹാഭാവി, ഒന്നും അറിയാത്ത എന്റെ MR കൃഷ്ണ കൊല്ലാൻ വേണ്ടി താൻ പഴത്തിനകത്ത് വിഷം വെച്ചോളൂ. എടോ, ആ വിഷം എനിക്ക് തന്നായിരുന്ന ഞാൻ അന്തസ്സായിട്ട് കഴിച്ച് ഞാൻ മരിച്ചാണ്. എന്റെ പശുവിനെ കൊല്ലാൻ അതിപ്പോ നീയും പേടിക്കണം. അതിന്
3 പഴം ഉണ്ടായിരുന്നു. അതിലൊരു പഴം അച്ഛൻ കഴിച്ച്, പിന്നെ ഒരു പഴം നീ കഴിച്ച്. നീ കഴിച്ചതിനകത്താണ് വിഷമെന്ന് ഒരു സംശയം എനിക്ക്. എന്റെ ഗ്രഹന്മാർ ഗ്രീഷ്മയ്ക്ക് ആരുമില്ല എന്നെ കൊല്ലുന്ന. എടാ അങ്ങനെയല്ല അത്. എടാ എന്താ എന്താ ഇവിടെ? കൊല്ലാൻ നോക്കി അച്ഛനെ കൊല്ലാൻ നോക്കി അച്ഛൻ എന്നെ കൊല്ലാൻ നോക്കിയോ? വിഷം തന്നു. എന്താ ഇത്ര വിഷം വന്നു? എടി, അങ്ങനെ- അയ്യോ ഈ കർഷക സ്ത്രീ എന്റെ അച്ഛനെ എടി, കൊല്ലാൻ നോക്കിയേ. അങ്ങനെയല്ല അതല്ല. എന്റെ ചേച്ചിക്ക് ഇനി പാല് കൊണ്ട് കൊടുക്കാൻ ആരും. എല്ലാരും നിർത്തിക്കേ. ആരും ചത്തിട്ടൊന്നുമില്ലല്ലോ. എടി ഞാൻ മാർക്കറ്റിൽ നിന്ന് 3 പഴം മേടിച്ചിട്ട് വന്നില്ലേ, ഇവന്റെ പശുവിനെ കൊല്ലാൻ വേണ്ടി ഒരു പഴത്തിൽ ഞാൻ വിഷം വെച്ച്. അതിൽ 2 പഴം, ഒരു പഴം അച്ഛനും കഴിച്ച്, ഒരു പഴം ഇവനും കഴിച്ച്, പിന്നെ ഒരു പഴം ഞാൻ അകത്ത് നോക്കിയിട്ട് കാണാനില്ല. അത് മിസ്സിംഗ് ആണ്. ഞാൻ അതിന്റെ ടെൻഷനിലാണ്. അപ്പൊ നിങ്ങൾക്ക് വല്ല സംഭവിച്ചില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പരക്കം മഞ്ഞ നടക്കണം. ആ ഒരു പഴം കാണാനില്ല. അതല്ലേ ഈ കുഴപ്പം മുഴുവൻ. ആ ഒരു പഴം ആ പുട്ടിന്റെ കൂടെ മേശപ്പുറത്ത് ഒരു പഴം പുഴുങ്ങി. ഒഴുങ്ങി വെച്ച് നീ അത് ഞാൻ പുട്ടിന്റെ കൂടെ ചേട്ടന് തന്നല്ലോ. എനിക്ക് തന്നാ ഒരു പഴം. അയ്യോ എനിക്ക് വയറുവേദന എടുക്കണേ. അയ്യോ ദ്രോഹി. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് ഒരു തോന്നലുണ്ടായത്. അച്ഛക്കോല കുഴപ്പമുണ്ടോ? എനിക്ക് എന്നോട് ഒരു കുഴപ്പമില്ല. നിനക്കാ? എനിക്ക് ഒരു കുഴപ്പമില്ല. ആ മെഡിക്കൽ സ്റ്റോറുകാരനാണ് കാലവരുന്ന ചേട്ടോ ചാകുമെന്നും പറഞ്ഞ് പറ്റിച്ച മനുഷ്യനെ പറ്റിച്ച ആളാണ്. ചേട്ടോ എന്തോ ചേട്ടനാണോ ഈ ചെമ്പരത്തി ചന്ദ്രബാബു? ഞാനാണ്. എന്നാ പേരായത്? എന്ത് പിന്നെ ആംബുലൻസ് വിളിച്ചായിരുന്നു. വിളിച്ചു? ആ ആംബുലൻസിന്റെ ഡ്രൈവറാ ഞാൻ. ആരെ കൊണ്ടുപോരാ? അത് ഉണ്ട്. അതെ ഞങ്ങള് 3 പേരില് ആരോ വിഷം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പിന്നെ ആദ്യം വീണ ആരാണ് അയാളെ കൊണ്ടുപോയിക്കണം. അപ്പൊ നിനക്ക് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. അച്ഛൻ കുഴപ്പമുണ്ടോ? എനിക്കിതേ ഒരു കുഴപ്പമില്ല. മോനെ ആ? ദാ, മക്കളെ ചേച്ചി ചേച്ചി ഇങ്ങനെ ആവശ്യമില്ല കരയരുത്. ആള് മരിച്ചോന്ന് പറഞ്ഞിട്ട് കരഞ്ഞാ പോരെ, വെറുതെ കണ്ണീര് വാസാക്കല്ലേ. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത ഗ്ലാമർ കളയണ്ട. ആ പൊട്ടാ നീ നോക്കിയിരിക്കാതെ ഈ ബോഡി ഡെഡ് ബോഡി ആകുന്നതിന് മുമ്പ് എടുത്ത് ആശുപത്രി കൊണ്ടുപോടാ.